ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2016 വുമൺ SI എക്സാമിന് ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. അപ്പോൾ ഡിഗ്രി ലെവൽ ഇനി 2020 ഒരുപാട് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് കറക്റ്റായിട്ട് ചെയ്യുമെങ്കിൽ ഈ മേഖലയിൽ നിന്നും പൂർണ്ണമായും മാർക്ക് മേടിക്കാൻ സാധിക്കും. നമുക്ക് ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, ദ HCF ആൻഡ് LCM ഓഫ് 2 numbers are 12 and 216 respectively. If one number is 108, find the other number. ഇവിടെ HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്, ഒരു നമ്പറും തന്നിട്ടുണ്ട്. എങ്കിൽ മറ്റേ നമ്പർ, അതായത് 2 നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു LCM ഉണ്ടാവൂ, അതിനൊരു HCF ഉണ്ടാവൂ. എങ്കിൽ അടുത്ത നമ്പർ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം സർവ്വസാധാരണമാണ്, വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു 2 നമ്പറിനെ x1 എന്ന് എടുക്കുന്നു, x2 എന്ന് എടുക്കുന്നു, ഇൻറ്റു. അപ്പോൾ x1 ഇൻറ്റു x2 ആണ് ഇക്വേഷൻ. അപ്പോൾ ഇത് ബേസായിട്ട് ഓർത്തിരിക്കുക, വേറെ ഒന്നുമില്ല, ഗുണനം അറിഞ്ഞിരുന്നാൽ മതി. HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു x1 ഇൻറ്റു x2. x1 ഒന്നാമത്തെ നമ്പർ, x2 രണ്ടാമത്തെ നമ്പർ. ഇവിടെ HCF തന്നിട്ടുണ്ട്, എത്രയാണ്? 12. LCM തന്നിട്ടുണ്ട്, എത്രയാണ്? 216. ഈസ് ഈക്വൽ ടു ഒരു നമ്പർ തന്നിട്ടുണ്ട്, 108 ഇൻറ്റു x2 അറിയില്ല, അതാണ് ചോദ്യം. ഇനി x2 കാണാൻ എന്ത് ചെയ്യും? ഈ 108നെ താഴെ കൊണ്ടുവരിക, അപ്പോൾ ഡിവൈഡ് ആകും. ഇനി 12ൽ 108 എത്ര പ്രാവശ്യമാണുള്ളത്? 9 പ്രാവശ്യമാണ്. അടുത്ത് 216 ഡിവൈഡ് ബൈ 9 ചെയ്യുക. 2 9 18, ശിഷ്ടം 3 36, 4 9 36, ഓപ്ഷൻ സി 24 ആൻസർ. അപ്പോൾ അടുത്ത നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 24. അപ്പോൾ ഇവിടെ കുറിച്ച് വയ്ക്കേണ്ട ഇക്വേഷൻ HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 numbers എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്രൈം നമ്പർ? തന്നിട്ടുള്ളതിൽ പ്രൈം നമ്പർ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആൻസർ 2. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതെന്ന് ചോദിച്ചാൽ 2 ആണ്. ഈ പ്രൈം നമ്പർ എന്തുവാണ്? 2, പിന്നുള്ളത് 3, 5, 7, 11 അങ്ങനെ പോകും. ഈ പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത, അവയെ ആ സംഖ്യ കൊണ്ട് 1 കൊണ്ട് മാത്രമേ പൂർണ്ണമായും ഭാഗിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള നമ്പേഴ്സിനെല്ലാം മറ്റ് 2ൽ കൂടുതൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രൈം നമ്പർ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അതായത് തന്നിട്ടുള്ളതിൽ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പറും ചോദിക്കാൻ ഇവിടെ ചാൻസ് ഉണ്ട്. ഈ ഒരു സീരീസ് ഇങ്ങനെ തരും, 2, 3, 5, 7, അത് കഴിഞ്ഞ് ഒരു ഡാഷ് തരും. നമ്മളിവിടെ 9 എഴുതാൻ ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യയാണ് എന്ന് ഓർത്തു. പക്ഷേ ഇവിടെ ആദ്യം 2 കിടപ്പുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ 2 ഉണ്ടെങ്കിൽ അത് പ്രൈം നമ്പറിൻ്റെ സീരീസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 11 ആൻസർ വരിക. അടുത്ത ചോദ്യം, ജോൺ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 12% ബൈ സെല്ലിംഗ് ദ ആർട്ടിക്കിൾ ഫോർ 448, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പ്രൈസ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജോൺ 12% ലാഭത്തിൽ ഒരു പ്രോഡക്റ്റ് വിറ്റു, അപ്പോൾ 448 രൂപ ലഭിച്ചു. എങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വില ഏതെന്നാണ് ചോദ്യം. ഇവിടെ നോക്കാം, 448 രൂപയ്ക്ക് വിറ്റപ്പോൾ 12% ലാഭം കിട്ടി. അങ്ങനെയെങ്കിൽ 112% ആണ് ഈ 448 രൂപ. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ എത്ര ശതമാനം ലാഭം കിട്ടി അത് 100നോട് കൂട്ടുക, ആ കിട്ടുന്നതാണ് ഈ 448. അങ്ങനെയെങ്കിൽ യഥാർത്ഥ വില എപ്പോഴും 100% ആയിരിക്കും. അത് എത്ര എന്നാണ് ചോദ്യം, അറിയില്ല, എക്സ്. ഇനി എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്തൊന്ന് ഗുണിച്ച് ചെയ്താൽ മതി. 448 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 112. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 ഇൻറ്റു 100 400 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഫോർ വിച്ച് 3, 5, p + 5, 25 ആർ ഇൻ പ്രൊപ്പോർഷൻ. 3, 5, p + 5, 25 എന്നിവ അനുപാതത്തിലാണ് എങ്കിൽ പിയുടെ വില എന്തെന്നാണ് ചോദ്യം.
അപ്പോൾ ഇങ്ങനെ ഒരു 4 സംഖ്യ തന്നിട്ട് അവ അംശബന്ധത്തിലാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട. ആദ്യത്തെ 2 സംഖ്യ 3/5 ഈക്വൽ ടു രണ്ടാമത്തെ സംഖ്യ p+5/25 എന്ന് എഴുതാൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ 3+5 3/5 ഈക്വൽ ടു p+5/25. ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്തപോലെ ക്രോസ് ചെയ്ത് ഗുണിക്കുക. 3 × 25 75 ആണ്. 5 × p 5p ആണ്. 5 × 5 25. ഇനി 75 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും. 75 - 25 എത്രയാ? 50. അപ്പോൾ 50 = 5p. p എത്ര കിട്ടും? 50. ഈ 5 താഴെ കൊണ്ടുവരിക. 50/5 അത് ചെയ്യുമ്പോൾ 10 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. ബി ക്യാൻ കംപ്ലീറ്റ് ദ സെയിം പീസ് ഓഫ് വർക്ക് ഇൻ 15 days. ഇഫ് ദേ വർക്ക് ടുഗദർ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ബി ദ വർക്ക് ബി കംപ്ലീറ്റഡ്? വർക്ക് ആൻഡ് ടൈമിലെ പ്രോബ്ലമാണ്. അപ്പോൾ എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി ആ സെയിം ജോലി 15 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദ്യം. ഒരു ബേസിക് ഇക്വേഷൻ പഠിക്കുക. AB/A+B. കാര്യം കഴിഞ്ഞു. AB/A+B. എ ചെയ്ത ജോലിയാണ് ബി ചെയ്ത ജോലി. അപ്പോൾ 10 × 15 / 10 + 15 25. അപ്പോൾ 150/25 എത്ര കിട്ടും? 6 കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, സച്ചിൻ runs at 5/4 of his usual speed and reaches the playground 5 minutes earlier. What is the usual time? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട. ഈ ഭിന്നസംഖ്യ തന്നിട്ടുണ്ടല്ലോ 5/4. അതിൽ 5 ന്യൂമറേറ്ററാണ്, 4 ഡിനോമിനേറ്ററാണ്. ആ ന്യൂമറേറ്റർ ഇൻറ്റു 5 ഇൻറ്റു തന്നിട്ടുള്ള മിനിറ്റ് എത്ര മിനിറ്റാണോ ഏർലിയർ ആയിട്ടുള്ള അത് ചെയ്യുക. 5 × 5 25. അതാണ് ആൻസർ. അപ്പോൾ ഇതല്ലാണ്ട് ചെയ്താൽ വലുതായിട്ട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ഓർത്തിരിക്കുക. കണക്കിൽ സമയലാഭത്തിന് ഈ ടെക്നിക്ക് ഇത്രയൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഭിന്നസംഖ്യ തന്നിട്ട് ആ എത്ര സമയത്താണോ നേരത്തെ എത്തുന്നത് അത് ന്യൂമറേറ്റർ ഇൻറ്റു ആ സമയം ചെയ്താൽ ഡയറക്റ്റായിട്ട് ആൻസറിൽ എത്തിച്ചേരും. അടുത്ത ചോദ്യം, ദ കപ്പാസിറ്റി ഓഫ് എ ക്യൂബിക്കൽ മഗ് ഈസ് 1 ലിറ്റർ. ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് എഡ്ജ്. അപ്പോൾ 1 ലിറ്റർ അതിൻ്റെ എഡ്ജ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3D ആണ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എത്രയാണ്? A³. ആ A³ ആണ് 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. എങ്കിൽ എ എത്രയായിരിക്കും? √1000 നമുക്ക് 10 കിട്ടും. 10 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 8000 for 1.5 years at 10% annum if interest is being calculated half yearly. അപ്പോൾ മൊത്തം എമൗണ്ട് 8000 1.5 വർഷത്തേക്ക് 10% പലിശ നിരക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് അർദ്ധവാർഷികമായിട്ടാണ്. അപ്പോൾ കൂട്ടുപലിശയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കൂട്ടുപലിശ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, കാണാൻ പഠിക്കുക. A = P × 1 + R/100 the whole raised to n. ഇനി ഇവിടെ ഹാഫിലി ആണ് എന്ന് പറയുന്നു എങ്കിൽ 100ൻ്റെ അവിടെ 200 ആക്കുക, എന്നിൻ്റെ അവിടെ 2n ആക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ബാക്കി വാല്യൂ കൊടുത്ത് നോക്കാം. P 8000 ആണ്, R എന്ന് പറഞ്ഞാൽ 10 ആണ്, എന്നിനവിടെ നമ്മൾ 1.5. അപ്പോൾ 1.5 നമ്മൾ 3/2 എന്നെടുക്കുക. അത് 1.5ക്ക് തുല്യമാണല്ലോ. ആ വാല്യൂ കൊടുത്ത് ചെയ്യാം. അപ്പോൾ 3/2 × 2 ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആകും, ബാക്കിയുള്ള 3. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. P 8000 ഇൻറ്റു R 10 ആണല്ലോ. അപ്പോൾ 200 + 10 210 / 200. അതേപോലെ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 210 / 200
ഇൻറ്റു 210 ഡിവൈഡ് ബൈ 200. താഴെ മൊത്തം 6 0 ഉണ്ട്, മേളിൽ 1 2 3 6 0 ക്യാൻസലായി. ഇനി ചെയ്യേണ്ടത് 21 × 21 × 21 അത് ചെയ്യുക. ഈ 8ഉം താഴത്തെ 2 4 8 ക്യാൻസലായി പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് 21 × 21 × 21 അത് ചെയ്യുമ്പോൾ നമുക്ക് 9261 കിട്ടും. അപ്പോൾ അത് മുതലും പലിശയും കൂടെ ചേർത്ത തുകയാണ്. മുതൽ 8000 ആണ്. ഇത് മൈനസ് 8000 ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 1261. അടുത്ത ചോദ്യം, മൈ മദർ ഈസ് twice as old as my brother. I am 5 years younger to my brother but 3 years older to my sister. If my sister is 12 years of age, how old is my mother? അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആകും. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം എത്ര ആൾക്കാരുണ്ടെന്ന് ഒന്ന് കോഡ് ചെയ്തുക്കാം. മദർ ഉണ്ട്, പിന്നെ ബ്രദർ ഉണ്ട്, പിന്നെ ഉള്ളത് ഐ ഉണ്ട്, ഞാൻ ഐ ഇട്ടു, പിന്നെ ഉള്ളത് ആരാ, സിസ്റ്റർ ഉണ്ട്. അപ്പം 4 കഥാപാത്രങ്ങളാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ളത്. ഇനി തന്നിട്ടുള്ള വാല്യൂ വെച്ച് നോക്കാം. മൈ സിസ്റ്ററിന്, എൻ്റെ സിസ്റ്ററിന് 12 ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. അപ്പോൾ 12 ഇയേഴ്സ്, സിസ്റ്ററിന് 12 ഇയർ ഉണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട് ഐ ആം 5 years younger to my brother but 3 years older to my sister. ഞാൻ 3 year older ആണ്. അപ്പോൾ ഐക്ക് 12 + 3 15. ഇനി പറഞ്ഞിട്ടുണ്ട് ഐ ആം 5 years younger to my brother. എനിക്ക് 15 ഉണ്ടെങ്കിൽ എൻ്റെ ബ്രദറിന് എത്രയാ, 20 വയസ്സ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് മൈ മദർ ഇസ് ട്വിസ് as old മൈ ബ്രദർ. ബ്രദറിന് 20 ആണെങ്കിൽ മദറിൻ്റെ വയസ്സ് എത്രയാണ്, 40. അതാണ് ചോദ്യം. അമ്മയുടെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. നമുക്ക് ആൻസർ കിട്ടി, 40. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കാണ്ട് സാവധാനം ഒന്ന് എഴുതി ചെയ്യുക. അടുത്ത ചോദ്യം, ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 25% ബട്ട് ബൈ ഹൗ മച്ച് % മസ്റ്റ് ദിസ് ന്യൂ പ്രൈസ് ബി ഡിക്രീസ് ടു സർട്ടൺ ഇറ്റ്സ് ഫോർമർ പ്രൈസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പേഴ്സൻറ്റേജിൽ ഒരു ചോദ്യമാണ്. അപ്പോൾ പേഴ്സൻറ്റേജിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 1% മാത്രമേ എല്ലായിടത്തും വിവരിച്ചിട്ടുള്ളൂ. എങ്കിൽ ആ സാധനത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം കാണാൻ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക, x/100 + x × 100. അപ്പോൾ പേഴ്സൻറ്റേജിൽ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. അതായത് ഒരു സാധനം 25% വില വർദ്ധിച്ചു, പിന്നെ വീണ്ടും അത് പഴയത് നിരക്കിലേക്ക് കൊണ്ടുവരാൻ എത്ര ശതമാനം കുറയ്ക്കണം എന്നൊക്കെ ചോദിച്ചാൽ അവിടെ തന്നിട്ടുള്ള 1% മാത്രമേ തന്നിട്ടുള്ളൂ. എങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. എക്സിന് 25 കൊടുക്കുക, 25 ഡിവൈഡ് ബൈ 125 × 100. 25 എത്ര പ്രാവശ്യമാണ്, 4 5 100/5 20 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രസകരമായ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ. നമുക്ക് അനായാസം മാർക്ക് നഷ്ടപ്പെടാവുന്ന മേഖലയും അനായാസം സ്കോർ ചെയ്യാവുന്ന മേഖലയും ഇതാണ്. അപ്പോൾ ചെയ്ത് പരിശീലിക്കുക, അതുവഴി തീർച്ചയായും മാർക്കൊന്നും നഷ്ടപ്പെടാണ്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇനി ബാക്കി കണക്കുകൾ ചെയ്യാനുണ്ട്. ആ കണക്കുകൾ ചെയ്യാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും താങ്ക് യു.